നിങ്ങളുടെ പ്രോഡക്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എല്ലാവരിലേക്കും ഈ സാധനം എത്തും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനിയും നിങ്ങൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അഡ്വൈസ് വിത്ത് അഞ്ജാൻ. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലൂടെ നമ്മൾ ചെയ്യുന്ന ആഡ്സിൽ എൻഗേജ്മെന്റ് റേറ്റ് ഹൈ ആയിരിക്കും, മറ്റുള്ള എൻഗേജ്മെന്റ് റേറ്റ് ഒട്ടും കാണില്ല. ഇപ്പൊ നമ്മളൊരു TV പരസ്യമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ന്യൂസ് പേപ്പർ പരസ്യമോ റേഡിയോ പരസ്യമോ കണ്ടിട്ട് നമ്മുടെ ബ്രാൻഡിലോട്ട് ആരും ഡയറക്റ്റ്ലി റീച്ച് ഔട്ട് ചെയ്യില്ല, നമ്മളൊരു ഹോർഡിംഗ് ഒക്കെ കണ്ടിട്ട്. പക്ഷെ നമ്മളൊരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പരസ്യം ചെയ്യുമ്പോൾ, ഒരു ഇൻഫ്ലുവൻസറിനെ വെച്ചിട്ട് ഒരു പരസ്യം ചെയ്യുമ്പോൾ അതിലുള്ള എൻഗേജ്മെന്റ് റേറ്റ്, അതായത് ആ പരസ്യത്തിൽ വരുന്ന കമന്റ്, ലൈക്ക്, ഷെയർ, ഈവൻ നമ്മുടെ പ്രൊഫൈലിലേക്ക് ഒരു DM വരെ ഡയറക്ട്ലി വരുന്നതായിരിക്കും. അപ്പൊ ആൾക്കാർ കുറച്ചുകൂടെ ബ്രാൻഡുമായിട്ട് ഡയറക്ട്ലി കണക്ട് ആവും. നമുക്കൊരു ഐഡിയ കിട്ടും എത്ര പേര് കണക്ട് ആയി, എത്ര പേർക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, എത്ര പേരുടെ എൻക്വയറി വന്നു. അത് ഈ ഒരു നമ്മൾ ചെയ്ത ആ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിന്റെ ആണ് വന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസറിന്റെ കൂടെ റീലിൽ നിന്നാണ് വന്നത് എന്നൊക്കെ നമുക്ക് ഡയറക്ട്ലി കിട്ടുന്ന ഒരു അനാലിറ്റിക്സ് ഒരിക്കലും നമുക്ക് കൺവെൻഷണൽ ആർട്സിൽ കിട്ടത്തില്ല. ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോഴത്തേക്കും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ബഡ്ജറ്റ്സ് നമുക്ക് കുറെ കൂടെ അഫോർഡബിൾ ആയിരിക്കും. അഫോർഡബിൾ ഇൻ ദ സെൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് വേണോ, നാനോ ഇൻഫ്ലുവൻസേഴ്സ് വേണോ, മാക്രോ വേണോ, നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കൺവെൻഷണൽ ആർട്സ് പറയുമ്പോഴത്തേക്കും ഒരിക്കലും നമുക്കത് പറ്റില്ല. അവർക്കൊരു ബേസിക് റേറ്റ് കാണും. ഒരു ഹോർഡിങ്ങിന് ഇത്ര രൂപയാണ് സ്ക്വയർ ഫീറ്റ് എന്ന് അവർക്കൊരു റേറ്റ് കാണും. ഒരു ചാനലിന്റെ പ്രൈം ടൈമിൽ TRP ഇത്ര ഉള്ള സമയത്ത് നമുക്ക് ഇത്രയാണ് അതിന്റെ റേറ്റ് വരുന്നതെന്ന് അവർക്കൊരു ഇത് കാണും.